കൂറ്റനാട് നാഗലശ്ശേരിയിൽ വീടിന് തീപിടിച്ച് അപകടം. വ്യാഴാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെ ഉണ്ടായ തീപിടുത്തത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. പുരാട്ടിൽ രവീന്ദ്രനാഥിന്റെ വീടിനോട് ചേർന്ന് സാധനങ്ങളും മറ്റും സൂക്ഷിച്ചിരുന്ന മറ്റൊരു വീടാണ് കത്തിനശിച്ചത്. ഉച്ചയ്ക്ക് 1:30 വരെ രവീന്ദ്രനാഥ് ഉൾപ്പെടെയുള്ളവർ വീട്ടിൽ ഉണ്ടായിരുന്നു. ഇവർ ഇവിടെ നിന്നും മടങ്ങിപ്പോയ ശേഷമാണ് തീപിടുത്തമുണ്ടായത്. ഓടിട്ട കെട്ടിടത്തിന്റെ മേൽക്കൂരയിൽ നിന്നും പുക ഉയരുന്നത് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാരാണ് തീപിടുത്തം ആദ്യം കാണുന്നത്. ഇവർ ഓടിയെത്തുമ്പോഴേക്കും കെട്ടിടത്തിനകത്തും മേൽക്കൂരയിലും തീ പടർന്നു കഴിഞ്ഞിരുന്നു. വിവരമറിഞ്ഞ ഉടൻ തന്നെ പട്ടാമ്പിയിൽ നിന്നും ഫയർ യൂണിറ്റ് സ്ഥലത്തെത്തി തീയണച്ചു. അപകടത്തിൽ വീടിന്റെ ഒരു ഭാഗം പൂർണ്ണമായും കത്തിനശിച്ചു. സംഭവ സമയത്ത് കെട്ടിടത്തിനകത്തും സമീപത്തും ആളുകൾ ഇല്ലാതിരുന്നതിനാൽ മറ്റു അപകടങ്ങളൊന്നും സംഭവിച്ചില്ല. കുറച്ച് ആൾക്കാർ മീൻ പിടിക്കാനൊക്കെ ഇറങ്ങി വന്നത്. ആ സമയത്താണ് കത്തിക്കാരനെ ഈ വീടിന്റെ ഈ മൂലക്കിൽ നിന്നായിട്ടാണ് തീ പിടിച്ചിരിക്കുന്നത്. ഇവിടെ ആൾ താമസമൊന്നുമില്ല. കുറെ ആയിട്ട് അവര് വേറെ വീട് വെച്ച് താമസിക്കുകയാണ്. കുറച്ച് കാലപ്പഴക്കമുള്ള വീടാണ്. അപ്പൊ പഴയ കാലത്ത് ഇവിടെ ആൾക്കാർ ഇതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പൂജയ്ക്ക് വേണ്ടിയിട്ടൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവും. അത് പൂജയ്ക്ക് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്ന സ്ഥലമാണ് അത്. അതിനു വേണ്ടി കൊണ്ടുവന്ന് സ്റ്റോക്ക് ചെയ്ത ചകിരി, വിറക്, അതിൽ നിന്നൊക്കെയാണ് തീ പിടിച്ച് കയറിയിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രിക് ഷോർട്ടാണോ വേറെ എന്തെങ്കിലും ആണോ എന്നുള്ളത് അറിയില്ല. കറണ്ടൊക്കെ ഓഫ് ചെയ്തിട്ടാണ് വീട്ടിൽ നിന്ന് പോവാറ്. കറണ്ട് വെള്ളം അതൊക്കെ ഓഫ് ചെയ്തിട്ടാണ് പോവുക. അപ്പോൾ ആരെങ്കിലും വരുന്ന സമയത്താണ് പവർ ഓൺ ആക്കുള്ളൂ. വെള്ളം ഓൺ ആക്കി ഉപയോഗിക്കാറില്ല. വന്ന് പോവും, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ ആരും ഉപയോഗിക്കണമെന്നില്ല. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വരിക, പോവുക, അത്രേ ചെയ്യാറുള്ളൂ. പെണ്ണ് കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മാനുക്കാസ് ടവർ, റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ്, പട്ടാമ്പി.